പുരോഹിതൻ ശിഷ്യന്മാരോടുകൂടി ദൂതിന് ഹസ്തിനപുരത്തേക്ക് പുറപ്പെട്ട ശേഷം അർജുനൻ കൃഷ്ണനെ കാണുവാൻ ദ്വാരകയിലേക്ക് പോയി. അതേ സമയത്ത് വിവരങ്ങളെല്ലാം ഗ്രഹിച്ച ദുര്യോധനനും ദ്വാരകയിലെത്തി. അവർ ദ്വാരകയിലെത്തിയപ്പോൾ കൃഷ്ണൻ ഉറങ്ങിക്കിടക്കുകയായിരുന്നു. ആദ്യം മേൽ കയറിയ ദുര്യോധനൻ കൃഷ്ണന്റെ തലയ്ക്കരികിൽ ഒരു പീഠത്തിൽ ഇരുപ്പുറപ്പിച്ചു. പിന്നീട് വന്ന അർജുനനാവട്ടെ തൊഴുകയുമായി ഭഗവാന്റെ കാൽക്കൽ നിലപ്പുറച്ചു. കുറച്ചു കഴിഞ്ഞ് ഉണർന്ന കൃഷ്ണൻ ആദ്യം അർജുനനെ കണ്ടു, പിന്നെ ദുര്യോധനെയും. വന്ന ഉദ്ദേശം എന്താണെന്ന് അവൻ രണ്ടുപേരോടും അന്വേഷിച്ചു. ദുര്യോധനൻ: യുദ്ധത്തിൽ ഭവാൻ എനിക്ക് സഹായം ചെയ്യണം. അങ്ങയ്ക്ക് എന്നോടും അർജുനനോടുമുള്ള ബന്ധുത്വവും തുല്യമാണല്ലോ. ഭവാനെ കാണുവാൻ ആദ്യം വന്നത് ഞാനാണ്. സജ്ജനങ്ങൾ ആദ്യം വന്നവരെ സഹായിക്കുക എന്നത് മുമ്പേ നടപ്പുള്ള ആചാരമാണ്. കൃഷ്ണൻ: ഭവാൻ മുമ്പേ വന്നു എന്നത് ശരിയായിരിക്കാം. പക്ഷേ ഞാൻ മുമ്പേ കണ്ടത് അർജുനനെയാണ്. അതുകൊണ്ട് രണ്ടുപേർക്കും സഹായം ചെയ്യുവാനാണ് ഞാൻ വിചാരിക്കുന്നത്. എനിക്ക് നാരായണന്മാർ എന്നറിയപ്പെടുന്ന അനേകായിരം ശക്തരായ പടയാളികളുണ്ട്. അവർ നിങ്ങളിൽ ഒരാളുടെ കൂടെ പോരും. മറുഭാഗത്ത് പൊരുതുവാൻ ആയുധമെടുക്കാതെ ഉള്ള ഞാനും. ഏതാണ് വേണ്ടതെന്ന് ഓരോരുത്തരും പറയുക. അർജുനൻ യുദ്ധത്തിൽ പൊരുതാത്ത കൃഷ്ണനെയും ദുര്യോധനൻ നാരായണ സൈന്യത്തെയും വരിച്ചു. പിന്നീട് ദുര്യോധനൻ സന്തോഷത്തോടെ ബലരാമനെ ചെന്നുകണ്ട് ആഗമനോദ്ദേശം അറിയിച്ചു. പാണ്ഡവന്മാരോടും കൗരവന്മാരോടും ഒരുപോലെ ബന്ധമുള്ളതിനാൽ താൻ ആരുടെയും പക്ഷത്ത് നിൽക്കുകയില്ലെന്ന് ബലരാമൻ പറഞ്ഞു. അവിടെ നിന്നും ദുര്യോധനൻ കൃതവർമാവിന്റെ അടുത്ത് ചെന്ന് ഒരു അക്ഷൗണി സൈന്യം കൂടി നേടി സസന്തോഷം ഹസ്തിനപുരത്തേക്ക് മടങ്ങി. അർജുനന്റെ ആഗ്രഹപ്രകാരം കൃഷ്ണൻ അവന്റെ സാരഥ്യം വഹിച്ചുകൊള്ളാമെന്നേറ്റു. ദൂതനിൽ നിന്നും വിവരമെല്ലാം അറിഞ്ഞ ശല്യൻ വലിയ ഒരു സൈന്യവുമായി പാണ്ഡവന്മാരുടെ അടുത്തേക്ക് പുറപ്പെട്ടു. അതറിഞ്ഞ ദുര്യോധനൻ രഹസ്യമായി അദ്ദേഹത്തെ സൽക്കരിക്കാനുള്ള ഒരുക്കങ്ങൾ വഴിനീളെ ചെയ്തു. സൈന്യത്തെ സ്വീകരിക്കുവാനായി സത്രങ്ങൾ പലയിടത്തും നിർമ്മിച്ചു. നല്ല വസ്ത്രങ്ങളും ഭക്ഷണവും നൽകി. ആർഭാടമായ ഇത്തരം സ്വീകരണങ്ങളിൽ സംതൃപ്തനായ ശല്യൻ ഇതെല്ലാം ചെയ്തത് യുധിഷ്ഠിരനാണെന്ന തെറ്റിദ്ധാരണയിൽ ഈ സത്രം പാലിക്കുന്ന യുധിഷ്ഠിര രാജാവിന്റെ ഭൃത്യന്മാരെവിടെ? അവർക്ക് ഞാൻ ഉചിതമായ സമ്മാനങ്ങൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞു. ഉടനെ ദുര്യോധനൻ മുന്നിലേക്ക് വന്ന് വിനീതനായി അറിയിച്ചു: ഭവാന്റെ വാക്ക് സത്യമാകട്ടെ. എനിക്ക് വരം തന്നാലും അങ്ങ് എന്റെ സൈന്യത്തിനൊക്കെ നേതാവായിരിക്കണമെന്ന് അപേക്ഷിച്ചുകൊള്ളുന്നു. ദുര്യോധനന്റെ കൗശലത്തിൽ വീണ ശല്യൻ തന്റെ വാക്കുപാലിക്കാനായി അപ്രകാരം തന്നെ ആകാമെന്നേറ്റു. യുധിഷ്ഠിരനെ കണ്ട ശേഷം വേഗം മടങ്ങിയെത്താമെന്ന കരാറിൽ അദ്ദേഹം ദുര്യോധനനോട് യാത്ര പറഞ്ഞു പിരിഞ്ഞു. പാണ്ഡവന്മാരെ കണ്ട് കുശലപ്രശ്നങ്ങൾ ചെയ്ത ശേഷം ശല്യൻ ദുര്യോധനനുമായുണ്ടായ കൂടിക്കാഴ്ചയെക്കുറിച്ചും അവന് കൊടുത്ത വരത്തെക്കുറിച്ചും പറഞ്ഞു. ധർമ്മപുത്രനാകട്ടെ അതിൽ അപ്രിയമൊന്നും കാണിക്കാതെ അമ്മാവനോട് ഒരു കാര്യം മാത്രം അഭ്യർത്ഥിച്ചു. കർണ അർജുനന്മാർ തമ്മിൽ പൊരുതുന്ന അവസരത്തിൽ ഭവാൻ കർണന് സാരഥ്യം ചെയ്യേണ്ടതായി വരും. തീർച്ചയാണ് കാര്യം. ആ യുദ്ധത്തിൽ ഭവാൻ അർജുനനെ കാക്കണം. ഞങ്ങൾക്ക് ജയം സിദ്ധിക്കുവാൻ അങ്ങ് കർണനെ തേജോവധം ചെയ്യണം. ശല്യൻ: ഹേ യുധിഷ്ഠിര, ഭവാന് മംഗളം ഭവിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം ഞാൻ നിർവഹിക്കാം. ഇതുവരെ അനുഭവിച്ച കഷ്ടപ്പാടുകളെക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കരുത്. ദുഃഖമൊക്കെ മേലാൽ സുഖത്തിനായി ഭവിക്കുന്നതാണ്. ദേവന്മാർക്ക് പോലും ദുഃഖങ്ങൾ സഹിക്കേണ്ടതായി വന്നിട്ടുണ്ട്. ദേവേന്ദ്രൻ പത്നിയോടൊപ്പം ഘോരമായ ദുഃഖം അനുഭവിച്ചില്ലേ? ദേവേന്ദ്രനും ഇന്ദ്രാണിയും അനുഭവിച്ച ദുഃഖകഥ കേൾക്കണമെന്നുള്ള ആഗ്രഹം യുധിഷ്ഠിരൻ പ്രകടിപ്പിച്ചപ്പോൾ ശല്യൻ അതെല്ലാം വിവരിച്ചു പറഞ്ഞു കൊടുത്തു. മഹാതപസ്യായ ത്വഷ്ട പ്രജാപതി
ഇന്ദ്രനോടുണ്ടായിരുന്ന വിരോധം മൂലം 3 തലയുള്ള ഒരു പുത്രനെ സൃഷ്ടിച്ചു. തേജസ്വിയായ അവൻ ഇന്ദ്രപട്ടത്തിനായി മോഹിച്ച് ഉഗ്രമായ തപസ്സിലേർപ്പെട്ടു. തന്റെ സ്ഥാനം നഷ്ടപ്പെട്ടേക്കുമോ എന്ന് ദേവേന്ദ്രന് ഭയമായി. ത്രിശിരസിന്റെ തപസ് തെറ്റിക്കാൻ അവൻ സുന്ദരികളായ അപ്സര സ്ത്രീകളെ അങ്ങോട്ടയച്ചു. അവർ തങ്ങളുടെ മനോഹരമായ അംഗങ്ങൾ കാണിച്ച് അവനെ പ്രലോഭിപ്പിക്കുവാൻ ശ്രമിച്ചെങ്കിലും നിരാശനായി മടങ്ങേണ്ടി വന്നു. അപ്പോൾ ഇന്ദ്രൻ തന്റെ വജ്രായുധം പ്രയോഗിച്ച് തപസ് ചെയ്യുന്ന ത്രിശിരസിന്റെ തലകൾ അറുത്തു വീഴ്ത്തി. മകനെ കൊന്നതറിഞ്ഞ ത്വഷ്ടപ്രജാപതി ഇന്ദ്രനോട് പകവീട്ടുവാനായി അതിശക്തനായ വൃത്രനെ സൃഷ്ടിച്ചു. ഹോമാഗ്നിയിൽ നിന്നും ഉയർന്നു വളർന്നു വന്ന അവനോട് ഇന്ദ്രനെ വധിച്ച് വരുവാനായി ത്വഷ്ടൻ കൽപ്പിച്ചു. പിന്നെ വൃത്രനും ഇന്ദ്രനുമായി ഉഗ്രമായ പോരാട്ടം നടന്നു. അതിനിടയിൽ അവൻ ഇന്ദ്രനെ പിടിച്ച് വിഴുങ്ങിക്കളഞ്ഞു. പരിഭ്രാന്തരായ ദേവന്മാർ വൃത്രനെ കോട്ടുവായി ഇടിയിച്ചപ്പോൾ വായിലൂടെ ഇന്ദ്രൻ പുറത്തു ചാടി രക്ഷപ്പെട്ടു. വളരെ കാലം അങ്ങനെ യുദ്ധം തുടർന്നുവെങ്കിലും വൃത്രന്റെ ശക്തി ക്ഷയിപ്പിക്കുവാനാകാതെ ദേവന്മാർക്ക് പിന്തിരിയേണ്ടി വന്നു. അവർ എല്ലാവരും കൂടി വൃത്രവധത്തിനുള്ള മാർഗമാരാഞ്ഞ് മഹാവിഷ്ണുവിനെ ശരണം പ്രാപിച്ചു. വൃത്രനുമായി തൽക്കാലം സന്ധി ചെയ്യുവാൻ വിഷ്ണു അവരെ ഉപദേശിച്ചു. സമയമാകുമ്പോൾ വജ്രായുധത്തിൽ പ്രവേശിച്ച് താൻ വൃത്രനെ വധിച്ചുകൊള്ളാമെന്നും മഹാവിഷ്ണു ഇന്ദ്രന് വാക്കുകൊടുത്തു. ദേവന്മാർ സസന്തോഷം മടങ്ങിവന്നു വൃത്രനുമായി സന്ധിയുണ്ടാക്കുവാനുള്ള ശ്രമം തുടങ്ങി. ഒടുവിൽ ഋഷിമാർ ഇടപെട്ട് സന്ധിയുണ്ടാക്കിയപ്പോൾ വൃത്രൻ ഒരു വ്യവസ്ഥയിൽ അത് സമ്മതിച്ചു. വൃത്രൻ ശുഷ്കമോ ആർദ്രമോ ആയ വസ്തുക്കൾ കൊണ്ടോ കല്ല് മരം എന്നീ വസ്തുക്കൾ കൊണ്ടോ അസ്ത്രങ്ങൾ കൊണ്ടോ രാവിലും പകലിലും ഞാൻ ഇന്ദ്രാദി ദേവന്മാർക്ക് വധ്യനാകരുത്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇന്ദ്രനുമായി സന്ധി ചെയ്യാം. മഹർഷിമാർ അത് സമ്മതിച്ചപ്പോൾ വൃത്രനും ശക്രനും സന്ധിയിലേർപ്പെട്ടു. എങ്കിലും വൃത്രനെ വധിക്കാനുള്ള മാർഗങ്ങൾ ഓരോന്നും ചിന്തിച്ചുകൊണ്ട് ഇന്ദ്രൻ ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. ഒരു ദിവസം സന്ധ്യമയങ്ങുന്ന നേരത്ത് ശക്രൻ വൃത്രനെ കടലോരത്ത് വെച്ച് കണ്ടുമുട്ടി. അതുതന്നെ അവനെ ചതിച്ചു കൊല്ലാനുള്ള അവസരമെന്ന് ഇന്ദ്രൻ മനസ്സിലാക്കി. കടലിൽ പതച്ചു ഉയരുന്ന ഒരു നുരക്കട്ടയെടുത്ത് വിഷ്ണുവിനെ ധ്യാനിച്ച് ഇന്ദ്രൻ അത് വൃത്രന് നേരെ എറിഞ്ഞു. നുരയിൽ പ്രവേശിച്ച് വിഷ്ണു വൃത്രനെ കൊന്നു. അപ്പോൾ ദേവഗന്ധർവന്മാരും മുനിമാരുമെല്ലാം ദേവേന്ദ്രനെ വാഴ്ത്തി. പക്ഷേ ത്രിശിരസിനെ കൊന്നതുമൂലം ഇന്ദ്രൻ ബ്രഹ്മഹത്യാപാപം ഏറ്റ് വെള്ളത്തിൽ പിടയുന്ന പാമ്പിനെ പോലെ ഒളിച്ചു താമസിച്ചു. അങ്ങനെ ഇന്ദ്രൻ തകർന്നപ്പോൾ മഴയില്ലാതെ നദികളും ജലാശയങ്ങളും വറ്റിവരണ്ടു. ദേവന്മാരും മഹർഷിമാരുമെല്ലാം ദുഃഖിതരായി എന്താണിനി ചെയ്യേണ്ടതെന്ന് ആലോചിച്ചു. സ്വർഗലോകം അനാഥമായി പോകാതിരിക്കാൻ അവരെല്ലാവരും കൂടി തേജസ്വിയും ധർമ്മിഷ്ഠനുമായ നഹുഷന്റെ അടുത്ത് ചെന്ന് ദേവരാജാവാകാൻ അഭ്യർത്ഥിച്ചു. നഹുഷൻ: ഹേ തപോധനന്മാരെ, ഞാൻ ദുർബലനാണ്. എനിക്ക് നിങ്ങളെ ഭരിക്കുവാനുള്ള ശക്തിയില്ല. അതു ശക്രനല്ലേ ഉള്ളൂ. ഒടുവിൽ എല്ലാവരുടെയും നിർബന്ധത്തിന് വഴിപ്പെട്ട് നഹുഷൻ ദേവേന്ദ്രനായി അഭിഷേകം ചെയ്യപ്പെട്ടു. വരത്താൽ സർവശക്തനായി തീർന്ന അവൻ കാലക്രമേണ ഗർവിഷ്ഠനും കാമാത്മാവുമായി തീർന്നു. ദേവോദ്യാനങ്ങളിലും ഹിമാലയ പർവ്വത സാനുക്കളിലും സമുദ്രതീരങ്ങളിലുമെല്ലാം മാറി മാറി അപ്സര സ്ത്രീകളും ദേവകന്യകളുമായി താമസിച്ച് രസിച്ച് ദിവസങ്ങൾ കഴിച്ചുകൂട്ടി. അങ്ങനെ ആനന്ദത്തിൽ ആറാടിക്കൊണ്ടിരിക്കവേ ഒരു ദിവസം ചക്രഭഗ്നിയായ ശചീദേവിയെ കാണാനിടയായി. അവൻ ഉടനെ സഭാവാസികളോടായി ഇങ്ങനെ പറഞ്ഞു:
ഇന്ദ്രന്റെ ഭഗ്നിയായ ദേവി എന്തുകൊണ്ട് എന്നോടുകൂടി സമ്മേളിക്കുന്നില്ല? ഉടനെ ശചീദേവിയെ എന്റെ ഗൃഹത്തിലെത്തിക്കണം. അത് കേട്ട് ദുഃഖിച്ച ശചീദേവി ബൃഹസ്പതിയെ ചെന്നുകണ്ട് ദുഷ്ടനായ നഹുഷനിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് അഭ്യർത്ഥിച്ചു. ബൃഹസ്പതി: ദേവി, ദേവരാജാവായ ഇന്ദ്രനെ നീ ഉടനെ കാണുവാനിടയാകും. അതിനാൽ നഹുഷനെ ഭയപ്പെടേണ്ട. ആ വിവരമറിഞ്ഞ് നഹുഷൻ വല്ലാതെ ക്രോധിച്ചു. അവന്റെ കോപമടക്കാൻ ദേവകൾ സതുപദേശങ്ങൾ കൊടുത്തെങ്കിലും കാമമോഹിതനായ അവൻ അതൊന്നും ചെവിക്കൊണ്ടില്ല. നഹുഷൻ: എടോ ദേവന്മാരെ, ഞാനൊന്ന് ചോദിച്ചോട്ടെ. പണ്ട് മുനിഭഗ്നിയായ അഹല്യയെ ഇന്ദ്രൻ ബലാൽ പ്രാപിക്കാനൊരുങ്ങിയപ്പോൾ എന്തേ നിങ്ങൾ തടുക്കാതിരുന്നത്? അഹല്യയുടെ ഭർത്താവ് ഇരിക്കുമ്പോഴല്ലേ അവൻ അതിന് മുതിർന്നത്? ധർമ്മം തെറ്റി പല ചതികളും അവൻ ചെയ്തിട്ടുണ്ട്. അന്നൊക്കെ നിങ്ങൾ എവിടെയായിരുന്നു? എന്നോട് മാത്രം എന്താണ് ഇങ്ങനെ? എനിക്ക് ശചീദേവിയെ കിട്ടിയേ പറ്റൂ. നഹുഷന്റെ ക്രോധത്തിൽ പേടിച്ചു വിറച്ച ദേവകൾ ഇന്ദ്രാണിയെ കൊണ്ടുവരാമെന്ന് പറഞ്ഞ് സ്ഥലം വിട്ടു. പിന്നീട് ബൃഹസ്പതിയെ സമീപിച്ച് ഇങ്ങനെ പറഞ്ഞു: ഹേ വിപ്ര, ശചീദേവി ഭവാന്റെ ഗൃഹത്തിൽ ശരണം പ്രാപിച്ച വിവരം ഞങ്ങൾ അറിഞ്ഞിരിക്കുന്നു. ഭവാൻ ദേവിയെ നഹുഷന് വിട്ടുകൊടുത്താലും. ശചീദേവിയാകട്ടെ കണ്ണുനീരോടെ തന്നെ കൈവെടിയരുതെന്ന് ബൃഹസ്പതിയോട് കേണപേക്ഷിച്ചു. ദേവിയെ ഒരിക്കലും വിട്ടുകൊടുക്കില്ലെന്ന് ബൃഹസ്പതി പറഞ്ഞു. നഹുഷനെ നേരിടാനുള്ള മാർഗം അവർ കൂടിയിരുന്ന് ആലോചിച്ചു. ബൃഹസ്പതി: ശചീദേവി ചെന്ന് നഹുഷനോട് ഒരു കാലാവധി അപേക്ഷിക്കട്ടെ. കാലം എന്തെല്ലാം സംഭവിപ്പിക്കില്ല. അല്ലാതെ നഹുഷനോട് എതിർക്കുക സാധ്യമല്ല. അവൻ വരത്താൽ ശക്തനും ഗർവിഷ്ഠനുമാണ്. ശചി നഹുഷനു മുന്നിൽ ചെന്നപ്പോൾ അവൻ കാമാവേശത്തോടെ കണ്ണിമ വെട്ടാതെ അവളെ തുറിച്ചു നോക്കിക്കൊണ്ടു നിന്നു. എന്നിട്ട് പറഞ്ഞു: ഞാൻ 3 ലോകത്തിനും നായകനായ ഇന്ദ്രനാണ്. നീ എന്നെ ഭർത്താവായി വരിക്കുക. അത് കേട്ട് അവൾ നടുങ്ങി വിറച്ചുപോയി. ശചി: ഭവാൻ അല്പം കാലാവധി എനിക്ക് തരണം. ശക്രൻ ജീവിച്ചിരിപ്പുണ്ടോ, എവിടെയാണ്, എന്താണ് സ്ഥിതി എന്നൊന്നും എനിക്കറിയില്ല. അന്വേഷിച്ചറിഞ്ഞ് യാതൊരു വിവരവും ലഭിക്കുന്നില്ലെങ്കിൽ ഞാൻ ഭവാനെ വരിച്ചുകൊള്ളാം. ഇത് സത്യമാണ്. തൃപ്തനായ നഹുഷൻ അവളെ പോകാൻ അനുവദിച്ചു. അവൾ ബൃഹസ്പതിയുടെ ഗൃഹത്തിൽ ചെന്നു. പിന്നീട് അഗ്നി മുതലായ ദേവന്മാർ ഇന്ദ്രൻ എവിടെയാണെന്നറിയാനായി വിഷ്ണുവിനെ സമീപിച്ചു. ബ്രഹ്മഹത്യാ പാപത്തിൽ നിന്ന് ശക്രന് മോചനം നൽകാനായി അവർ ഭഗവാനോട് പ്രാർത്ഥിച്ചു. വിഷ്ണു: ശക്രൻ പുണ്യമായ അശ്വമേധത്താൽ എന്നെ ജയിച്ചാൽ ദേവേന്ദ്ര പദവി വീണ്ടും ലഭിക്കും. ദുഷ്ടനായ നഹുഷൻ സ്വകർമ്മം കൊണ്ട് തന്റെ നാശത്തെ പ്രാപിക്കുകയും ചെയ്യും. ദേവകൾ: ഇന്ദ്രൻ ഭയപ്പെട്ട് താമസിക്കുന്ന സ്ഥലത്ത് ചെന്ന് അശ്വമേധം നടത്തി. അതോടെ അവന്റെ ബ്രഹ്മഹത്യാപാപം മാറി. പിന്നീട് ശക്രൻ സസന്തോഷം കൊട്ടാരത്തിലേക്ക് ഓടിച്ചെന്നു. തന്റെ സ്ഥാനത്ത് ഉഗ്രനായ നഹുഷൻ ഇരിക്കുന്നു. വരബലത്താൽ അവൻ തന്റെ ശക്തി നോട്ടം കൊണ്ട് തന്നെ അപഹരിച്ചെങ്കിലോ എന്ന് ഭയന്ന് ശക്രൻ വീണ്ടും ഓടി ഒളിച്ചു. ശചീദേവി അതുകണ്ട് ദുഃഖിതയായി നിലവിളിച്ച് നിശാദേവിയെ പ്രാർത്ഥിച്ചു. ദേവി പ്രത്യക്ഷപ്പെട്ട് ശചിയുടെ ആഗ്രഹപ്രകാരം ഒളിച്ചിരിക്കുന്ന ദേവേന്ദ്രന്റെ അടുത്തേക്ക് കൊണ്ടുപോയി. സമുദ്രതീരത്തുള്ള ഒരു ദിവ്യമായ സരസിൽ വിരിഞ്ഞു നിൽക്കുന്ന ഒരു താമരയുടെ തണ്ടിനുള്ളിൽ ഒളിച്ചിരിക്കുന്ന ഇന്ദ്രനെ നിശാദേവി ഇന്ദ്രാണിക്ക് കാണിച്ചു കൊടുത്തു. അവൾ ഭർത്താവിനോട് നഹുഷന്റെ ഉപദ്രവത്തെക്കുറിച്ചെല്ലാം കണ്ണുനീരോടെ വിവരിച്ചു. എല്ലാം കേട്ടുകഴിഞ്ഞ ശേഷം ഇന്ദ്രൻ പറഞ്ഞു: നഹുഷൻ ഇപ്പോൾ മഹാശക്തനാണ്. ഞാനൊരു ഉപായം പറയാം. ഭവതി അതുപോലെ ചെയ്യുക. നീ ഒറ്റയ്ക്ക് നഹുഷന്റെ അടുത്ത് എന്ന് ദിവ്യർഷികൾ ചുമക്കുന്ന പല്ലക്കിൽ കയറി തന്റെ അടുത്തേക്ക് വരുവാൻ പറയുക. എങ്കിൽ സസന്തോഷം താൻ നഹുഷന്റെ അധീനത്തിലാകാമെന്നും പറയുക. അപ്രകാരം തന്നെ ശചീദേവി മടങ്ങിച്ചെന്ന് നഹുഷനോട് പറഞ്ഞു.
അവളുടെ പ്രേമാഭ്യർത്ഥന കേട്ട് നഹുഷൻ ആനന്ദപുളകിതനായി. നഹുഷൻ: ദേവി, നീ പറഞ്ഞ പ്രകാരം തന്നെ ഞാൻ ചെയ്യുന്നതാണ്. എന്നെ സപ്തർഷിമാർ മാത്രമല്ല ബ്രഹ്മർഷിമാർ കൂടി ഏറ്റുന്നതായിരിക്കും, നീ കാണുക. അവളെ യാത്രയാക്കിയ ശേഷം നഹുഷൻ മുനിമാരെയെല്ലാം വിളിച്ച് വരുത്തി അവന്റെ പല്ലക്കിടിപ്പിച്ചു. ദുഷ്ടനായ അവനെ പല്ലക്കിലേറ്റി നടന്ന് മഹർഷിമാർ തളർന്നു. വേഗം നടക്കാതായപ്പോൾ ദേഷ്യത്തോടെ അവൻ അഗസ്ത്യ മഹർഷിയുടെ തലയ്ക്ക് ഒരു ചവിട്ട് കൊടുത്തു. അതോടെ നഹുഷൻ ശക്തി കെട്ടവനായി തീർന്നു. അഗസ്ത്യൻ: രാജാവേ, എന്റെ തലയിൽ ചവിട്ടിയതുകൊണ്ടും മഹർഷികളെ കൊണ്ട് ഇപ്രകാരം പല്ലക്ക് ചുമപ്പിച്ചതുകൊണ്ടും മൂഢാത്മാവായ ഭവാൻ നിഷ്പ്രഭനായി സ്വർഗത്തിൽ നിന്നു പതിക്കട്ടെ. 10,000 വർഷം പെരുമ്പാമ്പായി ഭൂമിയിൽ ഇഴഞ്ഞു നടന്നതിനു ശേഷം കാലമാകുമ്പോൾ വീണ്ടും ഭവാന് സ്വർഗത്തിൽ വരാം. അങ്ങനെ നഹുഷൻ താഴേക്ക് വീണപ്പോൾ എല്ലാവരും ശക്രനെ വരുത്തി ദേവേന്ദ്രനായി വീണ്ടും വാഴിച്ചു. ഇന്ദ്രാണിയോടൊപ്പം ഇന്ദ്രൻ കൂടുതൽ ആനന്ദത്തോടെ ദേവലോകം ഭരിച്ചു. അപ്രകാരം യുദ്ധത്തിൽ സ്വന്തം രാജ്യം വീണ്ടെടുത്ത് ദ്രൗപദിയോടുകൂടി സസുഖം വാഴുന്നത് ഉടനെ കാണാറാകും എന്ന് ശല്യൻ യുധിഷ്ഠിരനെ അനുഗ്രഹിച്ചു. യാത്ര പറഞ്ഞു പോകുന്ന സമയത്ത് യുധിഷ്ഠിരൻ അമ്മാവനെ ഓർമ്മിപ്പിച്ചു: അമ്മാവാ, ഭഗവാൻ കർണന്റെ സാരഥ്യം ഏൽക്കുമെന്നുള്ളതിൽ സംശയമില്ല. അപ്പോൾ അവനെ തേജോവധം ചെയ്ത് അർജുനനെ ഭഗവാൻ വേണ്ടുവോളം സ്തുതിക്കണം. എല്ലാം വേണ്ടതുപോലെ ചെയ്യാമെന്ന് ശല്യൻ യുധിഷ്ഠിരന് വാക്കുകൊടുത്തു.